ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്ന് രാവിലത്തെ റിലേഷൻഷിപ്പ് റീഡിങ് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അതിനെ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വന്തം ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓറക്കിൾ കാർഡ് കിട്ടിയിരിക്കുന്നത് നോട്ട് ഇനഫ് എന്ന് പറയുന്നൊരു കാർഡാണ്. നോട്ട് ഇനഫ് എന്ന് വെച്ചാൽ നമ്മൾ പോരാ എന്നുള്ളൊരു ചിന്തയാണ് നോട്ട് ഇനഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള ആർക്കോ ഞാൻ പോരാ എന്നുള്ളൊരു തോന്നലുണ്ട്. ഓക്കെ, അതുമാത്രമല്ല, ഒരു ഫ്രസ്ട്രേഷൻ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സ്വന്തമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, പേടി, ഈഗോ ഇഷ്യൂസ്, ജലസി, ഇതൊക്കെ വരുന്ന ഒരു സംഭവമാണ് നോട്ട് ഇനഫ് എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഐ ലൈക്ക് യു എന്നുള്ള ഒരു കാർഡാണ്. സമൺ ലൈക്സ് യു. ഓക്കെ, ചില ആളുകൾക്ക് വേറെ ആരോ അവരെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. മൂന്നാമത്തത് സെഡക്ഷനാണ്. ചില അട്രാക്ഷൻസ്, ഫ്ലർട്ടിങ്, ഡേറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഹുക്കിംഗ് അപ്പ്, ചില ടെംപ്റ്റേഷൻസ്, ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫറൻസ് ഇവിടെ കാണുന്നുണ്ട്. നാലാമത് ചേസർ. ഓക്കെ, ആരോ ചേസ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ ചേസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ചേസ് ചെയ്യുന്നതാവാം. അപ്പോൾ ഇവിടെ എനർജി വന്നപ്പോൾ ഇത്രയും എനർജീസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടാരോട്ട് കാർഡിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ ഇപ്പോൾ 8 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഒരു ക്ലിയർ പ്ലാനൊന്നും ഇല്ലാതെ, ഓക്കെ, ഒരു സോളിഡ് പ്ലാനൊന്നും ഇല്ലാതെ, എങ്ങോട്ടാണ് പോണത് എന്നറിയാതെ, പക്ഷെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും നടപ്പാക്കാനുള്ള പ്ലാൻ കയ്യിലില്ലാത്ത ഒരു യങ്ങായിട്ടുള്ള ആളിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഐഡിയാസ് ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പാക്കേണ്ടതെന്ന് ഒരു അറിവില്ലായ്മ. ഓക്കെ, അങ്ങനെയുള്ള ആളിനെയാണ് എനിക്ക് ആദ്യം ഇവിടെ കിട്ടിയിരിക്കുന്നത്. എരീസ്, ലിയോ, സാഗിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. രണ്ടാമത് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ട് മനസ്സിൽ. ആ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് തന്നെ ബാക്കിലോട്ട് നിർത്തിയിരിക്കുന്നൊരവസ്ഥ. മൂന്നാമത്തത് ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ചാലഞ്ചസ് വരും, ഒബ്സ്റ്റക്കിൾസ് വരും. അപ്പോഴൊക്കെയും സ്റ്റേ ഫോക്കസ്ഡ്, കീപ്പ് യുവർ കമ്പോഷർ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കുക, വിജയിക്കും. ക്യാൻസറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എന്തോ ചില കാര്യങ്ങളെ നിങ്ങളൊരു അൺഹെൽത്തി വേയിൽ പൊസസീവായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനിത് വിടില്ല, എനിക്കിത് വേണം. ഓക്കെ, ഒരാളെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഒരു രീതിയിലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കാരണം ചില തുറന്ന പറച്ചിലുകൾ നടക്കാതെ പോകുന്നു. ബ്ലോക്കിംഗ് ഓർ വെൽത്ത്, ഗ്രീഡ്, മെറ്റീരിയലിസം, ഇതൊക്കെ ഇവിടെ എനർജിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംസാരിക്കുന്നില്ല, ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല ഒന്നും. പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് പൊസസീവായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻഡക്കിൾസ്. അത് പൈസയുടെ കേസിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും. കാപ്രിക്കോൺ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അടുത്ത് വന്നിരിക്കുന്നത് 10 ഓഫ് വാൻസ് ആണ്. കുറേ ബേർഡൻസ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത കുറേ ചിന്തകൾ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങളെ കുറച്ചും കൂടെ ടഫറായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇനിയും
എന്തെങ്കിലും ചില കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതി വരികയാണെങ്കിൽ നോ പറയണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ബർഡനും കൂടെ നിങ്ങളുടെ ഷോൾഡറിലെടുത്ത് വെക്കാതിരിക്കുക. അടുത്തത് 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചില കാര്യങ്ങൾ ലൈഫിൽ വന്നിട്ടില്ല. അതിൽ നിങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്, നിങ്ങൾക്ക് വളരെയധികം റിഗ്രറ്റ്ഫുള്ളാണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ് തെറ്റായി സംഭവിച്ചത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക. അതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 5 ഓഫ് കപ്സ് ഒക്കെ ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നൊരു പടമാണിത്. റിഗ്രറ്റ്, ഫെയിലുവർ, ഡിസപ്പോയിൻമെൻറ്റ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു നാച്ചുറൽ പ്ലാനറാണ്, ഇംപ്ലിമെൻ്ററാണെന്നാണ്. അപ്പോൾ വിഷമിച്ചിരിക്കാതെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഏറ്റവും നല്ല ആക്ഷൻ അത് കണ്ടുപിടിക്കുക. സ്റ്റിക്ക് ടു യുവർ പാത്ത്, ഫോക്കസ് ചെയ്യുക, നിങ്ങൾ വിജയിക്കും. ലിയോ ആൻഡ് വെർഗോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഈ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഹാർഡ്ഷിപ്സൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊരു ഷോർട്ട് ടേമിലത്തേക്കായിരിക്കും കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ ഹാർഡ്ഷിപ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന അഡ്വൈസ്. ഹെറോഫെൻറ്റ് വന്നിട്ടുണ്ട്. അവസാനം വന്നിരിക്കുന്ന കാർഡ് ഒരു ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും, റിലേറ്റഡ് ടു ലവ് ഓർ റിലേഷൻഷിപ്പ്. എമോഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഓപ്പൺ യുവർ സെൽഫ്. നിങ്ങളെ ഇങ്ങനെ അടച്ച് കെട്ടി മൂടിയിരിക്കാതെ നല്ല മനസ്സ് ഓപ്പണായിട്ട് വയ്ക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓപ്പൺ ടു റിസീവ് ആൻഡ് ഗീവ് അൺകണ്ടീഷണൽ ലവ്, അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ്, ക്രിയേറ്റിവിറ്റി, ലവ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചില ആളുകൾക്ക്. ക്യാൻസർ, സ്കോർപ്പിയോ ആൻഡ് പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.